CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തലശ്ശേരി അതിരൂപതയിലെ ബിഷപ്പ് പാംബ്ലാനിക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണ്. ആരാണ് ഈ ബിഷപ്പ് പാംബ്ലാനി? നമ്മൾ അത്ര പെട്ടെന്നങ്ങ് മറക്കാൻ വഴിയില്ല. കാരണം ഒരു 1.5-2 വർഷത്തിന് മുമ്പ് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയത് ഇപ്പോഴും എല്ലാവരുടെയും കാതുകളിൽ വന്ന് ഇരമ്പുന്നുണ്ട്. റബ്ബറിന് 300 രൂപ വില തരൂ, ഞങ്ങൾ നിങ്ങൾക്കൊരു MPയെ തരാം. പറഞ്ഞത് BJP കേന്ദ്ര നേതൃത്വത്തോടാണ്. കേരളത്തിലെ മറ്റ് 2 മുന്നണികളും ദാ കിടക്കുന്നു, അങ്കലാപ്പിലായിപ്പോയി. പാംബ്ലാനിയെ 2 മുന്നണികളും കൂടി ചേർന്ന് കുരിശിൽ തറച്ചു. ഈ ക്രൈസ്തവ വോട്ടുകളെല്ലാം ഒരു കാലത്ത് എങ്ങോട്ടേക്കാണ് ഒഴുകിക്കൊണ്ടിരുന്നത് എന്ന് നമ്മൾക്ക് ഏവർക്കും അറിയാം. അത് കോൺഗ്രസിലേക്കാണ്, UDFിലേക്കാണ്. ക്രൈസ്തവരുടെ വോട്ട് എങ്ങോട്ടേക്ക് തിരിയുന്നുവോ അവിടം അധികാരത്തിൽ വരും എന്നുള്ള ഒരു പറച്ചിൽ തന്നെ ഉണ്ടായിരുന്നു. ക്രിസ്ത്യാനിയല്ലേ, എങ്കിൽ പിന്നെ കോൺഗ്രസ്സുകാരനായിരിക്കുമല്ലോ എന്നായിരുന്നു കേരളത്തിലെ പറച്ചിൽ. അങ്ങനെ കോൺഗ്രസിലേക്ക് മുഴുവനായിട്ട് തിരിഞ്ഞു നിന്നിരുന്ന ക്രൈസ്തവരെ ഒന്നടങ്കം NDA മുന്നണിയിലേക്ക് BJPയിലേക്ക് ഒരു ചായ്വ് ഉണ്ടായി കഴിയുമ്പോൾ അത് പലർക്കും താങ്ങാൻ കഴിയാത്ത രീതിയിലായി മാറുകയാണ്. പ്രത്യേകിച്ച് എപ്പോഴും കേരളത്തിൽ ന്യൂനപക്ഷ സമുദായത്തെ പ്രീണിപ്പിച്ചുകൊണ്ട് അത് വോട്ട് ബാങ്കാക്കി മാറ്റുന്ന ഒരു ശീലമാണ് നമ്മൾ കണ്ടുവരുന്നത്. എന്തുകൊണ്ടാണ് ക്രൈസ്തവ വിഭാഗം കോൺഗ്രസിൽ നിന്ന് അല്ലെങ്കിൽ UDFിൽ നിന്ന് അകന്നത്? മറ്റൊന്നുമല്ല, കോൺഗ്രസ്സുകാര് മറ്റൊരു ന്യൂനപക്ഷമായ മുസ്ലിം സമുദായത്തിന് മേൽ അമിത പ്രീണനം നടത്തി. ആ അമിത പ്രീണനം കൊണ്ട് തന്നെ ഇവർക്ക് ഇവരുടെ വോട്ട് ബാങ്കിലും ചോർച്ച സംഭവിച്ചു. ഇപ്പോൾ തലശ്ശേരി അതിരൂപതയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയാണ്? ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ ജയിലിലടച്ചു. 9 ദിവസം അവർ ജയിലിൽ കിടന്നു. 9ാം ദിവസം ജയിൽ മോചിതരായി ഇറങ്ങുമ്പോൾ നമ്മൾ അവിടെ കണ്ട കോപ്രായങ്ങളൊക്കെ രസകരമായിരുന്നല്ലോ. ജോൺ ബ്രിട്ടാസും AA റഹീമും ഒക്കെ കൂടി ഈ അവരുടെ അധ്വാനത്തിലൂടെ, അവരുടെ അക്ഷീണ പ്രയത്നത്തിലൂടെയാണ് ഈ കന്യാസ്ത്രീകൾ പുറത്തിറങ്ങിയത് എന്നുള്ള മട്ടിലാണ് അവരുടെ ആഘോഷ പ്രകടനം അവിടെ കണ്ടത്. AA റഹീമും ബ്രിട്ടാസും ഒക്കെ അവിടെ തിന്നുകുടിച്ച് കിടക്കുകയായിരുന്നു. അവരുടെ വിചാരം അവർ വിചാരിച്ചിട്ടാണ് ഇവർ ഇറങ്ങിയതെന്നുള്ളതാണ്. പള്ളിയുടെ വിചാരം പള്ളിയാണ് ഉത്തരം താങ്ങുന്നതെന്നല്ലേ. ഇത് കേന്ദ്രം ശക്തമായ ഒരു നിലപാടെടുത്തു ഇക്കാര്യത്തിനകത്ത്. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇതിനകത്ത് വൻ ഇടപെടലുകൾ തന്നെ നടത്തി. ഛത്തീസ്ഗഡ് സർക്കാരും അതിൻ്റെതായ വഴികളിലൂടെ പോവുകയും ചെയ്തു. കേരളത്തിലെ BJP ഘടകത്തിൽ നിന്ന് ഷോൺ ജോർജിനെയും അനിൽ ആന്റണിയെയും ഛത്തീസ്ഗഡിലേക്ക് അയക്കുകയും ചെയ്തു. അവർ വേണ്ട തരത്തില് കേന്ദ്രത്തിൽ നിന്ന് വന്ന തീരുമാനത്തെ അതിൻ്റെതായ രീതിയിൽ ഏകോപിപ്പിച്ചുകൊണ്ട് ഇവർക്ക് പുറത്തിറങ്ങുന്നതിന് വേണ്ട സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തു. മറ്റ് മുന്നണികളിൽപ്പെട്ടവരൊക്കെ അവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. കാരണം അവർ അവിടെ കിടന്ന് മുദ്രാവാക്യം വിളിച്ചത് കൊണ്ടാണ്, അവരെ ഭയന്നതുകൊണ്ടാണ്, AA റഹീമിനെ ഭയന്നതുകൊണ്ടാണ് ജയിൽ അധികൃതർ ഈ 2 കന്യാസ്ത്രീകളെയും വിട്ടതെന്നാണ് ആ മഹാനായ MP DYFIയുടെ ആഗോള നേതാവായ AA റഹീം കരുതിയിരിക്കുന്നത്. ഇപ്പോൾ ഇവർ പറയുന്നത്, തലശ്ശേരി അതിരൂപത ചോദിക്കുന്നത്, അവര് പ്രധാനമന്ത്രിക്കും അമിത്ഷായ്ക്കും നന്ദി രേഖപ്പെടുത്തി. ഈ വിഷയത്തിൽ ഇടപെടുകയും സത്വര നടപടികൾ സ്വീകരിക്കുകയും ചെയ്തതിൽ തീർച്ചയായിട്ടും പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും നന്ദി രേഖപ്പെടുത്തുന്നതിൽ തെറ്റുള്ള കാര്യമല്ല. എന്തുകൊണ്ട് മറ്റുള്ളവർക്കും കൂടെ തന്നില്ല എന്നാണ് MV ഗോവിന്ദൻ കണ്ണൂരിലെ പ്രസംഗത്തിൽ പറഞ്ഞത്. ഗോവിന്ദൻ അങ്ങ് ആവേശഭരിതനായി. ഇതിന് തലശ്ശേരിയിലെ അതിരൂപത തന്നെ, അവിടുത്തെ ഒരു പിതാവ് തന്നെ പറയുന്നത്, അന്ന് പിണറായി വിജയൻ തന്നെ MV ഗോവിന്ദനോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഈ മൈക്ക് കാണുമ്പോൾ
ആവേശം മൂത്ത് എന്തും പറഞ്ഞു കളയരുതെന്ന്. ഇപ്പൊ ഇവിടെ തലശ്ശേരി അതിരൂപതയെ അധിക്ഷേപിക്കുകയാണ് ചെയ്തത് എം വി ഗോവിന്ദൻ. അതിരൂപത തന്നെ തിരിച്ചു ചോദിക്കുന്നു, ബിഷപ്പ് പാംബ്ലാനി ചോദിക്കുന്നുണ്ട്, എന്താണ് ഞങ്ങൾ എന്തെങ്കിലും അഭിപ്രായ പ്രകടനം നടത്തണമെന്നുണ്ടെങ്കിൽ AKG സെന്ററിൽ നിന്ന് തീട്ടൂരം വാങ്ങണോ? ശരിയല്ലേ ആ ചോദ്യം? എന്തിൻ്റെയും ഏതിൻ്റെയും അവസാന വാക്ക് AKG സെന്റർ ആണോ? അവിടെ നിന്നുള്ള ഇൻഡാസ് വന്നതിന് ശേഷമേ ഇവിടെ എന്തെങ്കിലും അഭിപ്രായ പ്രകടനം നടത്താൻ പാടുള്ളൂ എന്നുണ്ടോ? അങ്ങനെ ആ ചോദ്യം ഇവരെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും ഇത്തരത്തിൽ ഈ ബിഷപ്പുമാരോട് അല്ലെങ്കിൽ ക്രൈസ്തവരോട് ക്ഷുഭിതരാകുന്നതിന്റെ പിന്നിലുള്ള കാര്യം നമുക്കറിയാം. BJPയിലേക്ക് ഒരു വലിയ ക്രൈസ്തവ മുഖം, ഒരു ക്രിസംഗി കേരളത്തിൽ രൂപപ്പെട്ടു കഴിഞ്ഞു. അതൊന്നുകൂടി ശക്തി പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഛത്തീസ്ഗഡ് വിഷയത്തിലൂടെ BJPയിലും ക്രൈസ്തവരിലും ഉണ്ടായ അടുപ്പത്തിൽ ഒരു വിള്ളൽ വീഴ്ത്തണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അത് വേണ്ട തരത്തിൽ ഛത്തീസ്ഗഡിൽ നടന്നില്ല. അതുകൊണ്ട് അരിശം തീരാഞ്ഞിട്ടാണ് എം വി ഗോവിന്ദൻ ഇപ്പോൾ തലശ്ശേരി അതിരൂപതയ്ക്ക് ബിഷപ്പ് ഹൗസിന് ചുറ്റും നിന്ന് തെറിയഭിഷേകം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഈ അതുകൊണ്ട് അരിശം തീരാഞ്ഞവന പുരയുടെ ചുറ്റും മണ്ടി നടന്നു എന്ന് കുഞ്ചൻ നമ്പ്യാർ വർണ്ണിച്ചത് അതുപോലെയാണ് ഇപ്പോൾ എം വി ഗോവിന്ദൻ ബിഷപ്പ് ഹൗസിന് ചുറ്റും കറങ്ങിക്കൊണ്ട് അവരെ ചീത്ത വിളിക്കുകയാണ്. കാരണം ക്രൈസ്തവ വിഭാഗത്തിലുള്ള വോട്ടുകളെല്ലാം പോയി എന്ന് മനസ്സിലാക്കുന്നുണ്ട്. മറ്റു ന്യൂനപക്ഷ സമുദായമായ മുസ്ലിം വിഭാഗത്തെ വേണ്ടത്ര ചേർത്ത് നിർത്താനും കഴിയുന്നില്ല. അതല്ലെങ്കിൽ പിന്നെ പിണറായി വിജയൻ എന്തെങ്കിലും തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിച്ചു കൊണ്ടുവരണം. അതെത്ര വിജയത്തിലെത്തുമെന്നും അറിയത്തില്ല. അപ്പൊ മൂന്നാം വട്ടം തുടർ ഭരണത്തിന് മങ്ങലേൽക്കുന്നു. വളരെ ദയനീയമായ ഒരു പരാജയത്തിലേക്ക് പോലും വഴുതി വീഴാനുള്ള സാധ്യത മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തില് ഇനിയിപ്പോൾ ബിഷപ്പുമാരെ തന്നെ അധിക്ഷേപിക്കാം. DYFI തന്നെ അധിക്ഷേപവുമായിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട് തലശ്ശേരി അതിരൂപതയെ. കേരളത്തിലെ ക്രൈസ്തവ മുഖങ്ങളെ തന്നെ അണിനിരത്തിക്കൊണ്ടാണ് BJP സംസ്ഥാന നേതൃത്വം ഈ ഛത്തീസ്ഗഡ് വിഷയത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. നമുക്കറിയാം, നിരവധി ക്രൈസ്തവ മുഖങ്ങളുണ്ട്. ഷോൺ ജോർജ് ആയാലും, അനിൽ ആന്റണി, ജോർജ് കുര്യൻ, ജേക്കബ് തോമസ്, അതുപോലെ തന്നെ അൽഫോൻസ് കണ്ണന്താനം, ഇങ്ങനെ നിരവധി പ്രഗത്ഭരുണ്ട്. ഇപ്പോൾ തന്നെ വഖഫ് ഭേദഗതി ബില്ലും മുനമ്പം വിഷയത്തിലും കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിൽ ഷോൺ ജോർജ് അത് കൃത്യമായ ഒരു പ്രകടനം തന്നെ, മികച്ച പ്രകടനം തന്നെ നടത്തിയെന്നുള്ളതാണ്. അത് കാര്യങ്ങൾ കൃത്യതയോടുകൂടി ബിഷപ്പുമാരെ അല്ലെങ്കിൽ ക്രൈസ്തവ സഭയെ തന്നെ ധരിപ്പിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇവർ കൂടുതലായിട്ടും ഈ BJP നേതൃത്വവുമായിട്ടും അടുപ്പമുണ്ടായത്. ആ അടുപ്പമാണ് മറ്റു മുന്നണികൾക്ക് അവരുടെ ഉറക്കം കെടുത്തിയിരിക്കുന്നത്. അത് വലിയ സാരമായ തകരാർ ഉണ്ടാക്കും എന്നുള്ള ആ അപകടം ഇവർ മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പൊ എന്തായാലും ബിഷപ്പ് പാംബ്ലാനി ഏതായാലും AKG സെന്ററിനെതിരെ തന്നെ നിൽക്കും. നമ്മുടെ എം വി ഗോവിന്ദനെതിരായിട്ട് തന്നെ നിൽക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.